എല്ലാവർക്കും നമസ്കാരം. ഉദയ്പൂർ കൊട്ടാരത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് ഞങ്ങളുടേത്. ഉദയ്പൂർ കൊട്ടാരം കാണുവാനായി ഞങ്ങൾ ഉദയ്പൂർ പാലസിൻ്റെ മുമ്പിലെത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം വാഹനത്തിൽ തന്നെ കൊട്ടാരം വകയായിട്ടുള്ള അവർ അറേഞ്ച് ചെയ്യുന്ന 50 രൂപ ടിക്കറ്റിൽ നിരക്കിൽ നമുക്ക് കുറച്ച് ദൂരം വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള ചെറിയ ജീപ്പ് പോലെയുള്ള വാഹനമാണ്. അവർ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിക്ക് വശങ്ങളിലൊക്കെ ബൈക്കുകളും സൈക്കിളുകളും ധാരാളമായി ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. അത് കൊട്ടാരത്തിൻ്റെതായ സ്റ്റാഫുകളുടെ തന്നെയാണ്, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുടേതാണെന്ന് ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഞങ്ങളങ്ങനെ മനോഹരമായ രാജവീഥിയിലൂടെ യാത്ര ചെയ്യുകയാണ് കൊട്ടാരത്തെ ലക്ഷ്യമാക്കി. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ കൊട്ടാരമാണ് ഉദയ്പൂർ പാലസ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും വളരെ മനോഹരമായ വൃത്തിയായി ഒരുക്കിയിരിക്കുന്ന രാജവീഥിയിലൂടെ ഞങ്ങളുടെ വാഹനം മുമ്പോട്ട് പോയി. അല്പം ചില സ്ഥലങ്ങളിൽ ചില പണികളൊക്കെ നടക്കുന്നതായിട്ട് കണ്ടു. റിനോവേഷൻ വർക്കാണ്. കുറച്ച് ഭാഗം കൊട്ടാരത്തിൻ്റെ റിനോവേഷൻ വർക്കിനായി അടച്ചിട്ടിരിക്കുകയാണ് എന്ന് അറിയുവാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഒരു കിലോമീറ്ററിന് മുകളിൽ യാത്ര, കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസിലേക്കുള്ള യാത്ര 1 കിലോമീറ്ററിന് മുകളിലുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ പോകുന്ന വഴിയൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ലേക്ക് എന്ന് പറയുമ്പോഴും മനുഷ്യനിർമ്മിതമായ ലേക്കുകളാണ് അവിടെയുള്ളത്. ലേക്ക് വ്യൂ പാലസ് എന്ന ഹോട്ടലും നമുക്ക് ലേക്കിനകത്ത് കാണുവാനായിട്ട് കഴിയും. മനോഹരമായ കാഴ്ചയാണ്. ദൂരെ കാണുന്നതാണ് ആ ഹോട്ടൽ. അതും കൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കൂ. ഈ കൊട്ടാരത്തിന് ചില പ്രത്യേകതകളുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ല ഇത്. പലപ്പോഴായി പല രാജാക്കന്മാർ പണിത് ചേർത്ത ഒരു ഓരോ പ്രാവശ്യവും ഓരോ രീതിയിൽ പണിത് ചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ കൊട്ടാരം എന്ന് ഞങ്ങൾക്ക് ഗൈഡ് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം കൊട്ടാരത്തിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ മനോഹരമാണ്. പഴയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഇവിടങ്ങളിലായി ചില പണികൾ നടക്കുന്നതും കാണുവാൻ കഴിയുന്നുണ്ട്. എന്ത് മനോഹരമായ വ്യൂ ആണെന്ന് നോക്കും. കണ്ണിന് വളരെ ആനന്ദം നൽകുന്നതായ കാഴ്ച. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഗേറ്റും കടന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഇവിടം വരെ മാത്രമേ ഈ വാഹനം ഉള്ളൂ. ഇനി അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു വേണം കാണാൻ. ഏകദേശം 1 മണിക്കൂറിലേറെ ഈ കൊട്ടാരത്തിനകത്ത് കാണുവാനായിട്ട് ഉണ്ട്. 1 മണിക്കൂർ തന്നെ വളരെ അപര്യാപ്തമാണ്. ഓടി കണ്ടാൽ 1 മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ തീർക്കുവാൻ കഴിയുമായിരിക്കും. അത്ര വലിയ വിശാലമായ ഒരു കൊട്ടാര സമുച്ചയമാണ് ഉദയ്പൂർ പാലസ് എന്നുള്ളത്. ഉദയ്പൂർ പാലസിൻ്റെ ഹിസ്റ്ററി എല്ലാവർക്കും അറിയാവുന്നതാണ്. മേവാർ രാജവംശത്തിൻ്റെതാണ് ഉദയ്പൂർ പാലസ്. മഹാറാണ ഉദയ് സിംഗ് II, മഹാറാണ പ്രതാപ് സിംഗ് ഇങ്ങനെയുള്ള പ്രശസ്തരായ രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജവംശമാണ് മേവാർ രാജവംശം. അങ്ങനെ ഞങ്ങൾ ഉദയ്പൂർ പാലസിൻ്റെ പ്രവേശന കവാടത്തിലേക്ക് എത്തുകയാണ്. ഞങ്ങളുടെ ഗൈഡ് തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വിവരിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ Jagmandir used to be a leisure palace. Okay. Those days when Mahana Sahib had leisure. Mahana is the title of the rulers of Mewar. When Mahana Sahib had leisure, he would go there with his wives, concubines. Okay. Nowadays you can rent that island palace for parties. Toran pole built in 1620. Toran is a ceremonial arch. That ceremonial arch known as Toran. In Rajasthan, in Hindu wedding, there is a ritual, and the groom reaches to the house of bride. At their entrance, they make this Toran ceremony. That the groom touches his sword on Toran. Oh. In common wedding, the groom comes on a mare, and
they hang a small toran. But in royal wedding, the groom comes on an elephant. So according to the height of the elephant and groom, they adjust the toran and then they fix it. കവാടത്തിന് മുകളിലായി കാണുന്ന തോരൺ അവിടെ കല്യാണവുമായിട്ട് രാജകീയ വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കവാടത്തിന് ഇത്ര പൊക്കം ഉണ്ടാകാൻ കാരണവും ആനയ്ക്കകത്ത് പ്രവേശിക്കുവാനും ഉള്ള രീതിയിലുള്ള പൊക്കമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഗ്രൂം വരുന്നത് ആനപ്പുറത്താണ്. അപ്പോൾ അതിന് കടന്നു വരാനുള്ള രീതിയിലുള്ള വലിപ്പമേറിയ വാതിലുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിന് അകത്തേക്ക് പ്രവേശിച്ചു. അകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ രാജാക്കന്മാരുടെ ചരിത്രം ചെറിയ രീതിയിൽ വിവരിക്കുന്ന പോസ്റ്ററുകൾ അതായത് അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഞങ്ങളുടെ ഗൈഡ് വിവരിക്കുന്നത്. Mughals had a big conquest of his kingdom. Maharaja Pratap had oath not to live luxuriously, not to live in the palace. Maharaja Pratap never lived in this palace. That time, this palace wasn't so big. There were 8 to 10 rooms only. So, this palace and the city wasn't very important. So most of the time, he lived in jungle. And that is the public courtyard. He faced many problems that often his children would cry for food. Once, when his wife was cooking a loaf of grass, a wild cat took that loaf of grass as well, and whole scene happened in front of him. Then he said that here I'm fighting for my kingdom, and I could not take care well of my children, so much better accept the sovereignty of Mughals. But when the king of Bikaner, Maharaja Prithvi Singh Ji, came to know that Maharaja Pratap is losing his passion, he wrote him a letter and he wrote him that you are like lion and lion could live hungry but never eat grass. In the sense of not to bow down in front of Mughals. Then Maharaja Pratap changed his mind and fight forever. And in 1597 he had natural death in Chawand, which is 60 kilometers away from here. After his death, his son Amar Singh Ji came back to Udaipur. He built Amar Mahal in this palace, and then later Maharaja did the rest of the construction. Maharaja Pratap fought many battles. There was one battle which was very famous, known as Battle of Haldighati, 1576. When Mughal Emperor Akbar attacked on Mewar, he did not come. He sent the king of Jaipur, Maharaja Man Singh, as the commander-in-general of Mughals, and the great battle of Haldighati took place in the area of Haldighati, which is 50 kilometers away from here. So in this battle, what was happened? In this painting, you can see this is the print of the painting, original painting there inside. റാണ പ്രതാപ് സിംഗ് ഹൽദിഘട്ടിൽ വെച്ച് നടത്തിയ യുദ്ധത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റിങ് കൊട്ടാരത്തിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഗൈഡ് പറയുന്നത്. ആ യുദ്ധം വളരെ പ്രസിദ്ധമായ ഒരു യുദ്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രത്തെയൊക്കെയാണ് ഗൈഡ് വിശദീകരിച്ച് നൽകിയിരിക്കുന്നത്. അദ്ദേഹം യുദ്ധത്തിൽ എങ്ങനെ പരാജയപ്പെട്ടു, Maharaja Pratap was on his favorite Lord Chetak, and Man Singh was on his elephant seat. So Maharaja Pratap flew his horse toward elephant seat that had been running. The horse made a high jump and reached to elephant seat. Maharaja Pratap made a fatal attack with his spear. Man Singh ducked. His spear hit the elephant seat, but same time his favorite horse Chetak got injured by the hanging sword of that elephant. There is a sword in elephant time. Soon after that accident, Maharaja Pratap, surrounded by enemies, so other nobles requested him to return back to his base camp. उधर में मारना पर जो आपका राजपूत है, Chetak run with his injured leg. There are different stages. Horse running with his injured leg. After running ഈ 7 പെയിന്റിങ്ങിൽ ആ യുദ്ധത്തിന്റെ മുഴുവൻ ചരിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റാണ പ്രതാപ് തന്റെ കുതിരപ്പുറത്ത് ആനപ്പുറത്ത് ശത്രുക്കളൊക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്തു എന്നും എങ്ങനെ കൊല്ലപ്പെട്ടു എന്നും ശത്രുക്കളാൽ എങ്ങനെ നശിക്കപ്പെട്ടു എന്നൊക്കെയുള്ള മുഴുവൻ ചരിത്രവും ഈ പെയിന്റിങ്ങിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു വീണ ഇടത്തെ രക്തം പുരണ്ട് ആ മണലിന്റെ കളർ പോലും ചേഞ്ച് ആയി എന്നാണ് അവിടെയുള്ളവർ. There were many battles. Mewar lost many battles. Also defeated Mughals many times, but Mughals could not control Mewar. That is why here the ruler has got title of Maharana. Maharana is a superior title, superior than Maharaja. Maharaja means great ruler, and Maharana means great fighter, great warrior.
എന്തുകൊണ്ടാണ് മേവാർ രാജവംശത്തിലെ രാജാക്കന്മാർക്ക് മഹാറാണ എന്ന പേര് വന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. മഹാറാണ എന്നതുകൊണ്ട് ഗ്രേറ്റ് ഫൈറ്റർ എന്നാണ് അർത്ഥമാക്കുന്നത്. Here in Udaipur, all lakes are man-made. These are artificial lakes. All are artificial. This is Pichola Lake. Yes. This is Pichola Lake. This part of Pichola Lake known as Swarup Sagar. The part Pichola and Fateh Sagar, there are 5-6 interconnected small lakes. This is man-made lake. They built a dam. Before building them, there was a river. So when water deposit, the small hills turn into the islands, and they built palaces on these islands. So this white building is a hotel. It used to be a summer palace. Earlier it named Jagat Niwas, and in 1961 it converted into the hotel like palace. And this is the leisure palace, Jag Mandir. ഉദയ്പൂർ സിറ്റി തന്നെ അറിയപ്പെടുന്നത് ലേക്കുകളുടെ പട്ടണം എന്നാണ്. ആ ലേക്കുകളെല്ലാം തന്നെ മാൻമെയ്ഡ് ലേക്സ് ആണ് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അതെങ്ങനെ രാജാക്കന്മാർ സൃഷ്ടിച്ചു, ആ മാൻമെയ്ഡ് ലേക്സ് എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് ഉണ്ടാക്കിയത് എന്നാണ്. 1930 and he died in 1955. He was the first ruler in Rajasthan who signed for Indian Union. He signed the instrument of association. By the time of independence, many rulers in Rajasthan, they were in favor of independent country by the name of Rajasthan. By that time, our first Prime Minister Pandit Jawaharlal Nehru ji and Sardar Vallabhbhai Patel ji urged him to join Indian Union, and on behalf of Indian government, they made a promise to give him 20 to 100,000 rupees as a privy purse. He saw the beneficial part of that privy purse and he signed for it. And he convinced all other rulers. They agreed with him and they also signed for Indian Union, and that's why Rajputana merged in Indian Union. But in 1971, by the time of Indira Gandhi, Indian government stopped their all privy purses. Now royal family, they don't get any royalty from government. He did not have any children. Acha, he did not. When he was 19 years old, he paralyzed. Some aspects said he had a bone tuberculosis. So we will visit his apartment. There you can see his wheelchair, brought from England, toilet with sun commode, lift. He did not have any children, so he adopted his grand nephew Mana Bhagwat Singh Ji. Who is this? Mana Bhagwat Singh Ji, the father of Karan Mana. Okay. Yes. He was very knowledgeable person. He knew that before that someday government will stop their privy purses. So he got the idea of hotel business, and he introduced the hotel Lake Palace. And when Indian government made pressure on royal family to surrender their palaces and other properties, that some part of the palace they could have for their residence and for their commercial use, but big part, the ancient palace, they had to surrender. In 1969, Mana Bhagwat Singh Ji introduced charity by the name of Mana Mewar Charitable Foundation, and the ancient part of the palace gave it to the charity and opened for public as a museum. And from charity, government could not take over. This is the main entrance of the palace, known as Ganesh Jodi, built in 1620. At the entrance, there is image of Lord Ganesha. Lord Ganesha for good luck. Lord Ganesh Jodi, Ganesh Jodi. Maharana Karan Singh. All around there is beautiful 19th century inlay. Small pieces of glasses inlaid in the plaster. ഈ കാണുന്ന ഗണേശ വിഗ്രഹത്തിന് ചുറ്റുമുള്ള ചിത്രപ്പണികൾ ചെറിയ ചെറിയ ഗ്ലാസ് കഷ്ണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്ലാസ് മാർബിളിൻ്റെ ചെറിയ കഷ്ണങ്ങളും കൊണ്ട് എത്ര മനോഹരമായിട്ടാണ് ഇത് ചിത്രപ്പണി ചെയ്തിരിക്കുന്നത്. വളരെ ആകർഷണീയത തോന്നുന്ന ചിത്രപ്പണിയാണ്. Ganesha is for good luck, and good luck brings you prosperity. So there is Lakshmi for prosperity. ഓ, ലക്ഷ്മി.
Victorian tiles from England. It's in 1932. ടൈൽസ്. Yeah, Victorian. ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ടൈൽസ് ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അന്ന് ഒട്ടിച്ചത് 1932കളിൽ ഒട്ടിച്ചതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. Gold chandelier from England. ഈ കാണുന്ന മുറി അന്നത്തെ രാജ്ഞിമാർക്ക് രാജാക്കന്മാർക്കുമൊക്കെ തമ്മിൽ സംസാരിക്കുവാനുള്ള സ്ഥലമാണ്. ചിക്ചാറ്റ് റൂമാണെന്നാണ്. അവിടെ നിന്ന് ഞങ്ങൾ അടുത്ത നിലയിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഇടുക്കമായ വാതിലുകളും വഴികളുമാണ് ഈ കൊട്ടാരത്തിൽ.